നമ്മൾ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഒരു പാരറ്റ് കണ്ടില്ലേ. ആ പാരറ്റിൻ്റെ പേരെന്താ? വാട്ട് ഈസ് ഹെർ നെയിം? പോളി അല്ലേ. പോളി എന്നല്ലേ അവളുടെ പേര്. ഹെർ നെയിം ഈസ് പോളി. പിന്നെ ഈ പോളിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലേ. ഹു ആർ ദേ? ആരൊക്കെയാണ് പോളിയുടെ ഫ്രണ്ട്സ്? ഹു ആർ പോളീസ് ഫ്രണ്ട്സ്? എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക് അല്ലേ. എലിഫൻറ്റും റാബിറ്റും ഡക്കുമാണ് പോളിയുടെ ഫ്രണ്ട്സ്. ഇനി ആക്ടിവിറ്റി ബുക്കിൽ ആക്ടിവിറ്റി 3 എടുക്കുക. പിക്ചറിലേക്ക് നോക്കൂ. എന്താ കാണുന്നത്? ദ എലിഫൻറ്റ് ക്യാരീസ് ഹിസ് ഫ്രണ്ട്സ് ഓൺ ഇറ്റ്സ് ബാക്ക്. എലിഫൻറ്റ് അവൻ്റെ ഫ്രണ്ട്സിനെ മുതുകിൽ കയറ്റി കൊണ്ടുപോകണു അല്ലേ. എലിഫൻറ്റിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഡക്കും പോളിയും റാബിറ്റും അല്ലേ. പാരറ്റിൻ്റെ പേര് നമുക്കറിയാം അല്ലേ, പോളി എന്ന്. ദെൻ വാട്ട് ഈസ് ഇൻ റാബിറ്റ്സ് ഹാൻഡ്? റാബിറ്റിൻ്റെ കയ്യിൽ എന്താണ്? റാബിറ്റ് ഈസ് ഹോൾഡിങ് എ ലാർജ് മഷ്റൂം. ഒരു വലിയ കൂൺ. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂണ് കേട്ടോ. കൂണ് പിടിച്ചിരിക്കുന്നു അല്ലേ റാബിറ്റ്. ഈ ഫ്രണ്ട്സ് 4 പേരും എന്താ ചെയ്യുന്നത്? ദേ ആർ ഗോയിങ് ഫോർ എ റൈഡ്. ഒരു സവാരിക്ക് പോവാണ്. ഇനി നോക്കൂ, അതിലൊരു പോയം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ് us സിങ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് പാടാം. എലിഫൻറ്റ്, റാബിറ്റ്, പാരറ്റ് ആൻഡ് ഡക്ക്, ദേ ആർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഇൻ ദ ജംഗിൾ. എന്താണ്? ആനയും മുയലും തത്തയും താറാവും കൂട്ടുകാരാണവർ, കാട്ടിലെ കൂട്ടുകാർ. എന്താ പറഞ്ഞിരിക്കുന്നത്? എലിഫൻറ്റും റാബിറ്റും പാരറ്റും ഡക്കും എന്താണ്? അവർ ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്, കാട്ടിലെ കൂട്ടുകാരാണ്. ഇനി എന്താ ചോട്ടിൽ തന്നിരിക്കുന്നത് നോക്കൂ. പിക്ചറിൽ എന്താ ചെയ്യണത്? അവർ കളിക്കുകയാണല്ലേ. ദേ ആർ പ്ലേയിങ്. അവരെവിടെയാണ് കളിക്കുന്നത്? ദേ ആർ പ്ലേയിങ് ഇൻ ദ വാട്ടർ. വാട്ടറിലല്ലേ, വെള്ളത്തിൽ കളിക്കുകയാണല്ലേ. വേർ ഈസ് പോളി? പോളി എവിടെയാ? പോളി ഫ്ലൈസ് എബവ് ദ വാട്ടർ. വെള്ളത്തിൻ്റെ മുകളിലൂടെ പറക്കണു അല്ലേ. ദെൻ വാട്ട് ഈസ് ദ ഡക്ക് ഡൂയിങ്? എന്താ ഡക്ക് ചെയ്യുന്നത്? ദ ഡക്ക് സ്വിംസ് ഹാപ്പിലി ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ നീന്തുകയാണല്ലേ. ഇനി എലിഫൻറ്റ് നോക്കൂ. ലുക്ക് അറ്റ് ദ എലിഫൻറ്റ്. ദെൻ വാട്ട് ഈസ് ഹി ഡൂയിങ്? എന്താ അവൻ ചെയ്യുന്നത്? ദ എലിഫൻറ്റ് ഈസ് സ്പ്ലാഷിങ് വാട്ടർ വിത്ത് ഇറ്റ്സ് ട്രങ്ക്. എന്താണ്? അവൻ്റെ തുമ്പിക്കൈ വെച്ചിട്ട് വെള്ളം ചീറ്റുകയാണല്ലേ. സ്പ്ലാഷിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീറ്റുക. സ്പ്ലാഷിങ് വാട്ടർ വിത്ത് ഇറ്റ്സ് ട്രങ്ക്. അവൻ്റെ തുമ്പിക്കൈ വെച്ചിട്ട് വാട്ടർ ചീറ്റുകയാണല്ലേ. റാബിറ്റ് എവിടെയാ? വേർ ഈസ് റാബിറ്റ്? ദ റാബിറ്റ് ഈസ് ഓൺ ദ എലിഫൻറ്റ്സ് ട്രങ്ക്. ഇനി ആ പോയം നോക്കൂ. ദേ പ്ലേ ആൻഡ് പ്ലേ, പ്ലേ ഓൾ ഡേ. അവർ കളിയോട് കളിയാണ്, ദിവസം മുഴുവനും കളി. ഇനി അടുത്ത പേജ് നോക്കൂ. എന്താ അവർ ചെയ്യണത്? ദേ ആർ സ്വിങ്ങിങ്. അവർ ഊഞ്ഞാലാടുകയാണല്ലേ. എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക് ആൻഡ് പോളി ആർ സ്വിങ്ങിങ്. അവർ ഊഞ്ഞാലാടണം. വേർ ഈസ് പോളി? പോളി എവിടെയാ? ഷീ ഈസ് ഓൺ ദി എലിഫൻറ്റ്സ് ട്രങ്ക്. എലിഫൻറ്റിൻ്റെ തുമ്പിക്കൈയിലാണല്ലേ, ആനയുടെ തുമ്പിക്കൈയുടെ മുകളിലാണല്ലേ പോളി. ദ എലിഫൻറ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ സെൻറ്റർ. എലിഫൻറ്റ് എവിടെയാണ്? നടുവിലിരിക്കുന്നു അല്ലേ, സ്വിങ്ങിൻ്റെ നടുവിൽ. ദെൻ റാബിറ്റ് ഓൺ ഇറ്റ്സ് റൈറ്റ് സൈഡ് ആൻഡ് ദ ഡക്ക് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് സൈഡ്. കണ്ടില്ലേ നിങ്ങൾ? ഇനി എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ദേ സ്വിങ് ഓൺ എ സ്വിങ്, സ്വിങ് ഓൾ ഡേ. അവർ ഊഞ്ഞാലിൽ ആടുന്നു, ദിവസം മുഴുവനും ഊഞ്ഞാലാടുന്നു. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. എന്താണ്? പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. പോളിയുടെ കൂട്ടുകാർ മഴയിൽ കളിക്കുന്നു. ഡ്രോ റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചർ. നമുക്ക് റെയിൻ ഡ്രോപ്സ് വരച്ചെടുക്കാം, മഴത്തുള്ളികൾ. ഇവിടെ എലിഫൻറ്റ് എന്തോ പറയുന്നുണ്ടല്ലേ, ഹായ് എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുന്നുണ്ട്. എന്താവും? ഹായ് റെയിൻ എന്നാവും അല്ലേ, അല്ലെങ്കിൽ ഹായ് റെയിൻ ഡ്രോപ്സ്. പിക്ചറിൽ പോളീനെ കാണാണ്ടോ? ഇല്ല അല്ലേ. വി കോൺ സി പോളി ഇൻ ദ പിക്ചർ. പിക്ചറിൽ നമുക്ക് പോളീനെ കാണാൻ കഴിയുന്നില്ല അല്ലേ. വേർ ഈസ് പോളി? എവിടെയാണ് പോളി എന്ന് ചോദിച്ചിട്ടുണ്ട്. വേർ ഹാസ് ഷീ ഗോൺ? എവിടേക്കാണ് അവൾ പോയത്? നമുക്ക് നോക്കാം അല്ലേ, എവിടെയാണ് പോളി, എവിടേക്കാണ് പോയതെന്ന്. അടുത്തത് ആക്ടിവിറ്റി 4 എടുക്കൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് പോളി എന്ന് കേട്ടോ.
ഹെൽപ്പ് ദ ഫ്രണ്ട്സ് റീച്ച് പോളീസ് ഹോം. പോളിയുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പോളി? വേർ ഈസ് പോളി? പോളി ഈസ് ഇൻ ഹെർ ഹോം. അവളുടെ വീട്ടിലാണല്ലേ പോളി. ഇനി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ വേർ ഹാസ് ഷീ ഗോൺ? അവളെ എവിടെ പോയി എന്ന് ചോദിച്ചിരുന്നില്ലേ? അപ്പോൾ നമുക്ക് പറയാമല്ലേ എവിടേക്കാണ് പോയേ? പോളി വെൻറ്റ് ടു ഹെർ ഹോം. അവളുടെ വീട്ടിലേക്കാണ് പോയതല്ലേ. എന്താ ഇവിടെ ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്? അവളുടെ ഫ്രണ്ട്സിനെ അവളുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതാ ഇങ്ങനെ പോയി, ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്തി ഇല്ലേ? എത്തിയില്ലേ? കണ്ടോ പോളിയുടെ വീട് കണ്ടില്ലേ? ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 38 എടുക്കുക. ഇവിടെ പോളീനെ കാണാനില്ലേ? പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. അവളുടെ കുട്ടികൾക്കായിട്ട് കാത്തിരിക്കുകയാണ് പോളി കേട്ടോ. നിങ്ങൾ കാണാനില്ലേ പോളിയുടെ അടിയിൽ 3 എഗ്സ് കാണാനില്ലേ? കണ്ടോ? ആ എഗ്സ് വിരിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണല്ലേ. ഇനി എന്തോ പോളി ചിന്തിക്കുന്നുണ്ട്. എന്താ പോളി ചിന്തിക്കണം നോക്കൂ. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പുറത്തു വരും എന്ന് ചിന്തിക്കുകയാണ് അല്ലേ. ഇനി ഇവിടെ നോക്കൂ ചോട്ടിൽ വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ ഫ്രണ്ട്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പോളിയുടെ ഫ്രണ്ട്സിന് നമ്മളല്ലേ, എന്താ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വരണമെന്ന്. അവളിവിടെ എത്തിയിട്ടില്ല. അവിടെ വേർ ആർ പോളീസ് ഫ്രണ്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയാം നമുക്ക്? ദേ ആർ ഓൺ ദ വേ ടു ഹെർ ഹോം. അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലാണല്ലേ. ഇനി ബിഹേവ് ആക്ടിവിറ്റിയിലെ ആക്ടിവിറ്റി 5 എടുക്കുക. അതിൽ കണ്ടോ നമ്മൾ ഫ്രണ്ട്സിനെ വഴിയൊക്കെ കാണിച്ചു കൊടുത്തൂല്ലേ, ഹെൽപ്പ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ഇതാ അവിടെ എത്തിയിരിക്കുന്നു. കണ്ടോ നിങ്ങൾ? ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഡു ദേ ടോക്ക്? എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. റാബിറ്റ് എന്തോ ചോദിക്കുന്നുണ്ട് പോളിയോട്. എന്താ അത്? വാട്ട് ആർ യു ഡൂയിങ്? എന്താ നീ ചെയ്യണ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ പോളി പറയണേ? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ്. എൻ്റെ കുട്ടികൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.